മതം തലയ്ക്ക് പിടിച്ച ഒരു കൂട്ടം ഭ്രാന്തന്മാർ ബംഗ്ലാദേശ് പിടിച്ചടക്കി. പിന്നാലെ അവിടെ നടക്കുന്ന ക്രൂരതകൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. ഏറ്റവും ഒടുവിലിതാ ഇന്ത്യ വിരുദ്ധത വിളിച്ചു കൂവിയ ജെൻസി വിപ്ലവകാരി ഷെരീഫ് ഉസ്മാൻ കൊലപ്പെടുന്നു. ഇതിനെ സംബന്ധിച്ച് ഒരുപാട് അഭ്യൂഹങ്ങളും സംശയങ്ങളും അതുപോലെ തന്നെ വിവാദങ്ങളും ഒക്കെ ഉയർന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. ബംഗ്ലാദേശ് ജെൻസി നേതാവ് ഷെരീഫ് ഉസ്മാൻ ഹാദി കൊല്ലപ്പെട്ടതിനെ തുടർന്നുള്ള പ്രക്ഷോഭങ്ങൾക്ക് ബംഗ്ലാദേശിലെങ്ങും അലയടിക്കുകയാണ്. ഷെയ്ഖ് ഹസീനയെ പുറത്താക്കാൻ വേണ്ടി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ ഷെരീഫ് കൊല്ലപ്പെട്ടതോടെ ബംഗ്ലാദേശിൽ ഉയരുന്ന ജെൻസി പ്രക്ഷോഭത്തിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഇന്ത്യ വിരുദ്ധമാണ്. എന്താണ് ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധം ഉണ്ടാകാനുള്ള കാരണം? ആരാണ് ഷെരീഫ് ഉസ്മാൻ ഹാദി? നമുക്ക് നോക്കാം. സംഭവം ഇങ്ങനെയാണ്. ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെ വലിയ ജൻസി പ്രക്ഷോഭം ഉണ്ടാക്കിയതിനു ശേഷം ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് രക്ഷപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടായത്. തുടർന്ന് ഷെയ്ഖ് ഹസീനയെ വധശിക്ഷയ്ക്ക് വിധിക്കണം എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവിടുത്തെ സർക്കാർ ഇന്ത്യയോട് ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണം എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു. ഷെയ്ഖ് ഹസീനയ്ക്ക് താല്പര്യമുള്ളപ്പോൾ പോവാമെന്നത് ഇന്ത്യൻ നിലപാടായിരുന്നു. പിന്നാലെ ആ നിലപാട് എടുത്തു നിൽക്കുന്ന ഘട്ടത്തിൽ ഈ പറയുന്ന ഷെരീഫ് ഉസ്മാൻ 2026 നടക്കുന്ന പാർലമെന്റ് ഇലക്ഷന് മത്സരിക്കാൻ തുടങ്ങുന്നു. ജെൻസി വോട്ടുകൾ മൊത്തം കിട്ടി അദ്ദേഹം അവിടുത്തെ ഒരു പ്രധാന നേതാവാവുമെന്ന ഘട്ടത്തിലേക്ക് എത്തുന്നു. ശേഷം ഹസീനയ്ക്കെതിരെ പോരാട്ടം സംഘടിപ്പിച്ച ഷെരീഫ് ഉസ്മാനെ അജ്ഞാതർ കൊലപ്പെടുത്തുകയാണ്. അജ്ഞാതർ കൊലപ്പെടുത്തിയതിനെ തുടർന്ന് സംഘർഷമുണ്ടാവുന്നു. ഇതിനു പിന്നിൽ ഇന്ത്യയിലെ വിവിധ രാജ്യങ്ങളിൽ പോയി ഇന്ത്യയുടെ വണ്ടർ ലിസ്റ്റിലുള്ള ടെററിസ്റ്റുകളെ കൊലപ്പെടുത്തിയിട്ടുള്ള അജ്ഞാത സംഘം തന്നെയാണ് സംശയങ്ങളെന്നാണ് പറയുന്നത്. അതാണ് ബംഗ്ലാദേശ് ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നത്. ആരാണ് ഷെരീഫ് ഉസ്മാൻ ഹാദി? നോക്കാം. ബംഗ്ലാദേശിലെ ജലാഗത് പ്രവിശ്യയിലെ നാൽച്ചിത്തിയിൽ ഒരു മദ്രസ അധ്യാപകന്റെ മകനായാണ് ഷെരീഫ് ഉസ്മാൻ ഹാദി ജനിക്കുന്നത്. സ്കൂൾ പഠനം പൂർത്തിയാക്കിയ ശേഷം ധാക്ക യൂണിവേഴ്സിറ്റിയിൽ പൊളിറ്റിക്കൽ സയൻസിൽ തുടർ പഠനം നടത്തി. പിന്നീട് അധ്യാപനത്തിലേക്കും ഷെരീഫ് കടന്നു. ഇഖ്ലാബ് മഞ്ച എന്ന സംഘടന സ്ഥാപിച്ചുകൊണ്ടാണ് ഷെരീഫ് രാഷ്ട്രീയത്തിലും പൊതുരംഗത്തും സജീവമാകുന്നത്. സാമൂഹ്യ സാംസ്കാരിക സംഘടന എന്ന രീതിയിലായിരുന്നു ഇഖ്ലാബ് മഞ്ചയുടെ തുടക്കമെങ്കിലും പിന്നീട് തീവ്ര നിലപാടുകളുള്ള സംഘടനയായാണ് ഇഖ്ലാബ് മഞ്ച കണക്കാക്കപ്പെട്ടത്. 2024 ജൂലൈ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയുടെ സർക്കാരിനെതിരെ ഉയർന്ന വമ്പൻ പ്രതിഷേധത്തിന്റെ മുൻപന്തിയിൽ ഇഖ്ലാബ് മഞ്ചയിൽ ഹാദിയും ഉണ്ടായിരുന്നു. ഷെയ്ഖ് ഹസീനയുടെ സർക്കാരിനെയും അമാവി പാർട്ടിയെയും പിരിച്ചുവിടണമെന്ന ആവശ്യം ആദ്യം മുതൽ തന്നെ ഹാദി ഉയർത്തിയിരുന്നു. അമാവി ലീഗിലെ എല്ലാ നേതാക്കളും തീവ്രവാദികളെന്നായിരുന്നു ഹാദിയും അനുയായികളും വിശേഷിപ്പിച്ചത്. ഷെയ്ഖ് ഹസീന സർക്കാരിനെ താഴെയിറക്കുന്നതിൽ പ്രധാനികളായിരുന്നെങ്കിലും പിന്നീട് വന്ന മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ഇഖ്ലാബ് മഞ്ചയെ പിരിച്ചുവിടാനെന്ന് തീരുമാനിച്ചു. യൂനസ് സർക്കാർ രാജ്യത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന വിമർശനവും ഹാദി ഇക്കഴിഞ്ഞ കാലയളവിൽ ഉയർത്തിയിരുന്നു. സംഘടന ഇല്ലാതായെങ്കിലും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിരുന്നു ഹാദിയുടെ തീരുമാനം. ധാക്ക 8 നിയോജക മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഹാദി എത്തിയത്. തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്കിടയിൽ വെച്ചാണ് ഹാദിക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നതും അതൊടുവിൽ മരണത്തിൽ കലാശിക്കുന്നതും. ധാക്കയിലെ ബിജിയോ നഗർ പ്രദേശത്ത് തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുന്നതിനിടെ അജ്ഞാതർ ഹാദിയെ വെടിവെക്കുകയായിരുന്നു. മുഖംമൂടി ധരിച്ചവർ വെച്ച വെടി ഹാദിയുടെ തലയിലാണ് ഏറ്റത്. ഷെയ്ഖ് ഹസീന സർക്കാരിനെ മാത്രമല്ല ഇന്ത്യയും രൂക്ഷമായി തന്നെ വിമർശിക്കുന്ന ബംഗ്ലാദേശിലെ യുവ നേതാക്കളിൽ ഒരാൾ കൂടിയായിരുന്നു ഹാദി. പലപ്പോഴും അദ്ദേഹത്തിന്റെ ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾ സകല അതിർവരമ്പുകളും കടന്നു. യഥാർത്ഥ ബംഗ്ലാദേശിന്റെ ഭൂപടം എന്ന രീതിയിൽ ഇന്ത്യയിലെ പ്രദേശങ്ങൾ കൂടി ഉൾപ്പെട്ട ഭൂപടമാണ് ഹാദി പ്രദർശിപ്പിച്ചിരുന്നതെന്ന് ചില റിപ്പോർട്ടുകളുമുണ്ട്. അതിർത്തി തർക്കം ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യൻ സർക്കാർ വർഷങ്ങളായി നൽകി വരുന്ന പിന്തുണയും ഇപ്പോൾ നൽകിയിരിക്കുന്ന രാഷ്ട്രീയ അഭയവും ഇന്ത്യൻ സർക്കാരും ഭരണകക്ഷിയും മുസ്ലിങ്ങളോട് സ്വീകരിക്കുന്ന സമീപനം, ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്കെതിരെ ചില ഇന്ത്യൻ നേതാക്കൾ നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങൾ എന്നു തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ഹാദിയുടെ പ്രസംഗങ്ങളിൽ ഉയർന്നിരുന്നു. ഇന്ത്യക്കെതിരെയുള്ള വിമർശനങ്ങളുടെ പേരിൽ ഇന്ത്യ വിരുദ്ധൻ എന്ന് വരെ ഹാദിയെ ചിലർ വിശേഷിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഹാദിയുടെ കൊലയാളികൾ ഇന്ത്യയിലേക്ക് കടന്നുകളഞ്ഞു എന്നാണ് ആരോപണം. ഷെരീഫ് ഉസ്മാൻ ഹാദി എന്ന ഈ രാഷ്ട്രീയ നേതാവിന്റെ കൊലപാതകം ബംഗ്ലാദേശിൽ വീണ്ടും അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിനെ നേരിടാൻ മുഹമ്മദ് യൂനുസിന്റെ ഇടക്കാല സർക്കാരിന് ആകുമോ എന്നാണ് ചോദ്യം.
നേരത്തെ തന്നെ ഇന്ത്യാവിരുദ്ധ വികാരങ്ങൾ പ്രബലമായ ബംഗ്ലാദേശിലെ പുതുതലമുറകൾക്കിടയിൽ ആ വിരോധം കൂടുതൽ ശക്തമാകുമോ എന്ന ആശങ്കകളും ഉയരുന്നുണ്ട്. ഹാദിയുടെ കൊലപാതകികൾ ആരെന്ന് എത്രയും വേഗം കണ്ടെത്തിയില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമാകാനും സാധ്യതയുണ്ട്. ഹാദിയുടെ കൊലപാതകത്തിന് കാരണക്കാരായവർ ഇന്ത്യയിലേക്ക് കടന്നെന്നാരോപിച്ച ഇന്ത്യൻ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷൻ ഓഫീസിന് മുന്നിൽ കലാപകാരികൾ സംഘടിച്ചു. പോലീസ് ബലം പ്രയോഗിച്ചാണ് ഇവരെ പിരിച്ചുവിട്ടത്. ഹാദിയുടെ കൊലപാതകളെ ഉടൻ കണ്ടെത്തണമെന്നും ഇല്ലെങ്കിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും പ്രതിപക്ഷ പാർട്ടികൾ യൂനുസ് സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബംഗ്ലാദേശിൽ സ്ഥിതി അതീവ ഗുരുതരമെന്നാണ് ഇന്ത്യയുടെ വിലയിരുത്തൽ. നയതന്ത്ര സ്ഥാപനങ്ങൾക്ക് അടുത്തുണ്ടായ അക്രമങ്ങളെ ഗൗരവമായാണ് ഇന്ത്യ കാണുന്നത്. അതിനിടെ മതനിന്ദ ആരോപിച്ച ബലൂഗ ഉപസിലയിലെ ദീപു ചന്ദ്രദാസ് എന്ന യുവാവിനെ ആൾക്കൂട്ടം തല്ലിക്കൊന്നു. മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അക്രമത്തെ അപലപിച്ചു. പുതിയ ബംഗ്ലാദേശിൽ ഇത്തരം അക്രമങ്ങൾക്ക് സ്ഥാനമില്ലെന്ന് ഇടക്കാല സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ബംഗ്ലാദേശിലെ ജെൻസി പ്രക്ഷോഭം എന്നത് 2024 ജൂലൈ മാസത്തിൽ ആരംഭിച്ച ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തിന് വഴിതെളിച്ച വിപ്ലവകരമായ ജനകീയ മുന്നേറ്റമാണ്. 1990കളുടെ പകുതിക്ക് ശേഷം ജനിച്ച ജനറേഷൻ ഇസഡ് അഥവാ ഇന്നത്തെ യുവതലമുറയാണ് ഈ സമരത്തിന് നേതൃത്വം നൽകിയത് എന്നതിനാലാണ് ഇതിനെ ജെൻസി വിപ്ലവം എന്ന് വിളിക്കുന്നത്. മുമ്പുണ്ടായിരുന്ന രാഷ്ട്രീയ സമരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന കൗമാരക്കാരും യുവാക്കളുമാണ് ഈ പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ. അടിച്ചമർത്താൻ ശ്രമിച്ച ഭരണകൂടത്തിന് നേരെ നെഞ്ചു വിരിച്ചു നിന്ന വിദ്യാർത്ഥികൾ 15 വർഷം നീണ്ടുനിന്ന ഷെയ്ഖ് ഹസീനയുടെ കരുത്തുറ്റ ഭരണത്തെ വെറും ആഴ്ചകൾക്കുള്ളിൽ മുട്ടുകുത്തിച്ചു. സോഷ്യൽ മീഡിയയും സാങ്കേതിക വിദ്യയും ആയുധമാക്കി അവർ നടത്തിയ ആ പോരാട്ടം ലോക ചരിത്രത്തിൽ ജെൻസി വിപ്ലവമെന്ന് രേഖപ്പെട്ടു. പ്രക്ഷോഭം ആളിക്കത്തിയതോടെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പ്രധാനമന്ത്രിയുടെ വസതി ലക്ഷ്യമാക്കി നീങ്ങി. ഒടുവിൽ 2024 ഓഗസ്റ്റ് 5-ന് ഷെയ്ഖ് ഹസീനയ്ക്ക് തന്റെ അധികാരം ഉപേക്ഷിക്കേണ്ടി വന്നു. അവർ രാജ്യം വിട്ട് ഇന്ത്യയിലേക്ക് അഭയം തേടി. ഒരു ഭരണാധികാരിയുടെ പതനം ബംഗ്ലാദേശിൽ പുതിയൊരു രാഷ്ട്രീയ പരീക്ഷണത്തിന് തുടക്കമിട്ടു. അതിനുശേഷമാണ് മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിൽ ഒരു ഇടക്കാല സർക്കാർ അവിടെ അധികാരമേറ്റത്. യഥാർത്ഥ കൊലപാതകളെ കണ്ടെത്തുന്നതിനും വർഗീയ അക്രമങ്ങൾ തടയുന്നതിനും മുഹമ്മദ് യൂനുസ് സർക്കാരിന് കഴിഞ്ഞില്ലെങ്കിൽ ഈ ജെൻസി വിപ്ലവം ലക്ഷ്യമിട്ട സ്വതന്ത്ര ബംഗ്ലാദേശ് എന്നത് ഒരു വിദൂര സ്വപ്നമായി അവശേഷിക്കും. വിദ്വേഷ പ്രചരണങ്ങൾക്കും വൈകാരിക മുദ്രാവാക്യങ്ങൾക്കും പകരം സമാധാനപരമായ ചർച്ചകളിലൂടെയും ഉദാര്യമായ തിരഞ്ഞെടുപ്പിലൂടെയും മാത്രമേ ബംഗ്ലാദേശിന് ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ സാധിക്കുകയുള്ളൂ. ഷെരീഫ് ഉസ്മാൻ ഹാദി എന്ന ഈ രാഷ്ട്രീയ നേതാവിന്റെ കൊലപാതകം ബംഗ്ലാദേശിൽ വീണ്ടും അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ ഇന്ത്യ വിരുദ്ധ വികാരങ്ങൾ പ്രബലമായ ബംഗ്ലാദേശിലെ പുതുതലമുറകൾക്കിടയിൽ ആ വിരോധം കൂടുതൽ ശക്തമാകുമോ എന്ന ആശങ്കകളും ഉയരുന്നുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.